ഹായ് ഫ്രണ്ട്സ്, കൊമേഴ്സ് ചങ്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് സ്റ്റെഫി. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ സെക്കൻഡ് സെമസ്റ്റർ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ്. എക്സാമിന് കൂടുതലായി ക്വസ്റ്റ്യൻ കണ്ടുവരുന്ന ടോപ്പിക്സ് ആയിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ് SWOT അനാലിസിസ് എന്താണെന്ന്. അപ്പോൾ നമുക്ക് SWOT അനാലിസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. SWOT അനാലിസിസ് എന്ന് പറയുമ്പം ഈ ബിസിനസ്സിന് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അനാലിസിസിനെയാണ് SWOT അനാലിസിസ് എന്ന് പറയുന്നത്. അതിന് ഈ SWOTൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. ഈ എന്താ പറയുക, നമ്മൾ ഡിഗ്രിയിലും ഈ SWOT അനാലിസിസ് ചെറുതായിട്ടൊന്ന് പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഫുൾ ഫോമാണ് സ്ട്രെങ്ത്, വീക്ക്നെസ്. നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് തിരിച്ചറിയുക, വീക്ക്നെസ് എന്താണെന്ന് തിരിച്ചറിയുക, ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് തിരിച്ചറിയുക, പിന്നെ നമുക്ക് വരാൻ പോകുന്ന ത്രെഡ്സ് എന്താണെന്നൊക്കെ തിരിച്ചറിയുക. ഇത് തിരിച്ചറിഞ്ഞിട്ട് അത് അനലൈസ് ചെയ്തിട്ട് അതിന് വേണ്ടിയുള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ SWOT അനാലിസിസ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് എന്താ പറയുക, ഓരോന്നും എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആദ്യം ജസ്റ്റ് ഈ അനാലിസിസിനെ കുറിച്ച് ചെറിയൊരു എന്താ പറയുക ഇൻട്രൊഡക്ഷൻ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ സ്ട്രെങ്ത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, വീക്ക്നെസ് ഇവിടെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ത്രെഡ്സും എന്താണെന്ന് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ് തൊട്ട് നോക്കാം. ഇൻ ഓർഡർ ടു സർവൈവ് ആൻഡ് ഗ്രോ ഇൻ ദിസ് കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ്, ഈ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എവറി ബിസിനസ് ഓർഗനൈസേഷൻ ടു അണ്ടർടേക്ക് SWOT അനാലിസിസ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ SWOT അനാലിസിസ് നിങ്ങളെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. The process by which the enterprises monitor their relevant environment to identify their strength, weakness, business opportunities and threat affecting their business is known as SWOT analysis. അപ്പോൾ എന്താണ് SWOT analysis? ഒരു പ്രോസസ്സാണ് ബൈ വിച്ച് ദ എൻ്റർപ്രൈസസ് എന്താ പറയുക, ഈ എൻ്റർപ്രൈസസുകളെ മോണിറ്റർ ചെയ്യും. ദെയർ റെലവൻറ്റ് എൻവിറോൺമെൻറ്റ്, അവരുടെ എൻവിറോൺമെൻറ്റ്, ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്താ പറയുക, മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റർപ്രൈസ് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് എന്നിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യുക? സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്, ഇതൊക്കെ അവർ ഐഡൻറ്റിഫൈ ചെയ്യും. അതിൽ പറയുന്നതാണ് SWOT അനാലിസിസ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, അനലൈസിങ് ദ സറൗണ്ടിങ് എൻവിറോൺമെൻറ്റ് ബിഫോർ ഫ്രെയിമിംഗ് പോളിസീസ് ആൻഡ് ടേക്കിംഗ് ബിസിനസ് ഡിസിഷൻ ഇസ് കോൾഡ് SWOT അനാലിസിസ്. അപ്പോൾ എന്നിട്ടാണ് അനലൈസ് ചെയ്യുക എന്ത് സറൗണ്ടിങ് എൻവിറോൺമെൻറ്റ്, എന്തിന് ബിഫോർ ഫ്രെയിമിംഗ് പോളിസീസൊക്കെ ബിസിനസ്സിലെ പോളിസീസൊക്കെ ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ്, അതുപോലെ ബിസിനസ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നടത്തുന്ന അനാലിസിസിന് പറയുന്നതാണ് SWOT അനാലിസിസ് എന്ന് പറയുന്നത്. An organization before they begin the work of strategy formulation must scan the external environment to identify possible opportunities and threats and its internal environment for strength and weakness. അപ്പം ഒരു ഓർഗനൈസേഷൻ അവരുടെ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്തേക്കാൾ മുമ്പ്, ഇപ്പം ഒരു ബിസിനസ് ആയി കഴിഞ്ഞാൽ അവർക്ക് കുറേ എന്താ പറയുക പ്രശ്നങ്ങൾ ഇൻറ്റേർണലും എക്സ്റ്റേണലും ഉണ്ടാവും. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെ, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പുറമെ. അപ്പം ഈ എന്താ പറയുക, അവരപ്പം അതിനെ എന്താ പറയുക തരണം ചെയ്തു പോകാനായിട്ട്, അല്ലെങ്കിൽ ബിസിനസ് സർവൈവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് മറ്റുള്ള ബിസിനസ്സുകൾ വരുമ്പം, ബിസിനസ് ഫേംസൊക്കെ വരുമ്പം അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഇവരൊരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യും. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തന്ത്രം. അപ്പോൾ ആ തന്ത്രം ഫോർമുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അവർ ആദ്യം എന്ത് ചെയ്യണം? സ്കാൻ ചെയ്യണം. എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ് എന്തിനാണ്? ടു ഐഡൻറ്റിഫൈ പോസിബിൾ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. ഇപ്പം എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? പുറമേയുള്ള ബിസിനസ്സിൻ്റെ പുറത്തുനിന്ന് വരുന്ന എൻവിറോൺമെൻറ്റ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഒരു ഫേം അടിച്ചു പൂട്ടാറായിട്ടുണ്ട്, അപ്പോൾ ആ പ്രോഡക്റ്റ് ഞാൻ ഇറക്കി കഴിഞ്ഞാൽ അപ്പോൾ എനിക്കത് അവരുടെ കസ്റ്റമേഴ്സ് ഫുള്ള് കിട്ടുന്നു, അങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാം. ത്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറക്കണേക്കാളും പൈസ കുറവിൽ അവരെ, അല്ലെങ്കിൽ കുറവ് കോസ്റ്റിൽ മറ്റൊരു കമ്പനി എന്താ പറയുക പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെല് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക. അപ്പം അങ്ങനെയുള്ള ത്രെറ്റ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. അത് അങ്ങനെ എന്താ പറയുക, അതിനുള്ള സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുക. അതുപോലെ ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻ ചെയ്യണം. ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ് സ്കാൻ ചെയ്യാൻ പറയുന്നുണ്ട്. എന്തിനാണ്? ഫോർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനും നമ്മുടെ കയ്യിലുള്ള വീക്ക്നെസ് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇൻറ്റേർണലും എക്സ്റ്റേണലും ആയിട്ടുള്ള എന്താ പറയുക എൻവിറോൺമെൻറ്റ് അനാലിസിസ് നടത്തിയിട്ട്
ഒരു എന്താ പറയുക സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് SWOT അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആർ ഡിറൈവ് ഫ്രം ഇന്റർണൽ എൻവയോൺമെന്റ്. സ്ട്രെങ്ത് ഇസ് സംതിങ്, അപ്പോൾ എന്താണ് സ്ട്രെങ്ത് നോക്കാം. സംതിങ് കമ്പനി ഈസ് ഗുഡ് അറ്റ് ഡൂയിങ് എന്നുള്ളത് ചെയ്യാൻ അതിൽ അയാൾ എക്സ്പെർട്ടാണ് അല്ലെങ്കിൽ കമ്പനി എക്സ്പെർട്ടാണ്. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഗിവ്സ് എൻ ഇമ്പോർട്ടൻറ്റ് കപ്പാബിലിറ്റി. സ്ട്രെങ്ത് ഇസ് എൻ ഇൻഹെറൻറ്റ് കപ്പാസിറ്റി വിത്തിൻ എൻ ഓർഗനൈസേഷൻ. അത് കമ്പനി അകത്ത് തന്നെയുള്ള ഒരു കപ്പാസിറ്റിയാണ്. യൂസ് ടു ഗെയിൻ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഓവർ ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. അപ്പം ആ സ്ട്രെങ്ത് അവരെന്തിനു യൂസ് ചെയ്യുന്നു, അവരുടെ കമ്പനീനകത്തുള്ള ഓരോ എന്താ പറയുക ഈ സ്ട്രെങ്ത്ത് അവരവരുടെ കോമ്പറ്റീറ്റേഴ്സിനെ എന്താ പറയുക കോമ്പറ്റീറ്റേഴ്സ് ഓരോന്ന് കൊണ്ടുവരുമ്പം അതിനകത്ത് പിടിച്ചു നിൽക്കാനും അതിനെ എതിരായിട്ടൊരു സ്ട്രാറ്റജി ഇറക്കാനായിട്ട് അവരുടെ സ്ട്രെങ്ത്ത് അവർ യൂസ് ചെയ്യുന്നു. മാർക്കറ്റിംഗ് ഓഫ് ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡ് they have around 15 lakhs retail outlets for distributing their various products in India. അപ്പം ഈ ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡിന് എത്രയുണ്ട്? 15 lakh റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആണുള്ളത്. പോസിബിൾ സ്ട്രെങ്ത് ആർ നെയിം റെക്കഗ്നിഷൻ, പ്രൊപ്രൈറ്ററി ടെക്നോളജി, കോസ്റ്റ് അഡ്വാൻറ്റേജ്, സ്കിൽഡ് എംപ്ലോയീസ്, ലോയൽ കസ്റ്റമേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ സ്ട്രെങ്ത്ത്. ആരുടെ സ്ട്രെങ്ത്ത്? ഈ ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നെയിം റെക്കഗ്നിഷൻ, അവരുടെ പേര് കിട്ടാതെ തന്നെ ആൾക്കാർ വരും. പ്രോപ്രൈറ്ററി ടെക്നോളജി, നല്ല ടെക്നോളജിയാണ്. കോസ്റ്റ് അഡ്വാൻറ്റേജ്, സ്കിൽഡ് എംപ്ലോയീസ് ആൻഡ് ലോയലായിട്ടുള്ള കസ്റ്റമേഴ്സ് അവർക്ക് സ്ഥിരമായിട്ടുണ്ട്. അതുകൊണ്ട് 15 lakh റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആണ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നത്. ഇനി വീക്ക്നെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംതിങ് എ കമ്പനി ലാക്സ് ഓർ ഡസ് പുവർലി ഇൻ കമ്പാരിസൺ ടു അതേഴ്സ്. അപ്പോൾ ആ കമ്പനി മറ്റുള്ള കമ്പനിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയുക, ഒന്നില്ലെങ്കിൽ ആ കമ്പനിക്ക് അതില്ല, അല്ലാന്നുണ്ടെങ്കിൽ കുറവാണുള്ളത് ഇൻ കമ്പാരിസൺ ടു അതർ കമ്പനി ഓർ എ കണ്ടീഷൻ ദാറ്റ് പ്ലേസസ് ഇറ്റ് ആസ് എ ഡിസഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അത് അവർക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തീരുകയാണെങ്കിൽ അതിനും എന്തെന്ന് പറയും? വീക്ക്നെസ് എന്ന് പറയും. ഈ വീക്ക്നെസ് ഇസ് എൻ ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻ. അത് കമ്പനിയുടെ ഉള്ളിൽ തന്നെ വന്നു പോകുന്ന ഒരു ഇൻഹെറൻ്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റേഷനാണ്. വിച്ച് ക്രിയേറ്റ്സ് എ സ്ട്രാറ്റജിക് ഡിസഡ്വാൻറ്റേജ് ഫോർ ദ ഓർഗനൈസേഷൻ. എക്സാമ്പിൾ ലിമിറ്റഡ് ഫിനാൻസ്. അപ്പോൾ ഇതിനിടയിലെ ഒരു എക്സാമ്പിളാണ് ലിമിറ്റഡ് ഫിനാൻസ്. നമ്മുടെ കയ്യിൽ പൈസ അധികം ഇല്ല. അതൊരു എന്താ പറയുക വീക്ക്നെസ് തന്നെയാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പോസിബിൾ വീക്ക്നെസ് ആർ പുവർ മാർക്കറ്റ് ഇമേജ്. നല്ലൊരു മാർക്കറ്റിൽ നമുക്കൊരു ഇമേജ് ഇല്ലാതിരിക്കാം. ഒബ്സൊലേറ്റ് ഫെസിലിറ്റീസ്, അധികം ഫെസിലിറ്റീസ് ഇല്ലാതിരിക്കുക. ഇൻറ്റേർണൽ ഓപ്പറേറ്റിംഗ് പ്രോബ്ലംസ്, കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഉള്ള പ്രോബ്ലംസ്. പുവർ മാർക്കറ്റിംഗ് സ്കിൽസ്, നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള സ്കിൽസ് നമുക്ക് അധികം ഇല്ല. അങ്ങനെയൊക്കെയുള്ളതാണ് നമ്മുടെ വീക്ക്നെസ് ആയിട്ട് വരിക. നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ത്രെഡ്സ്. ഓപ്പർച്യൂണിറ്റീസ് ത്രെഡ്സ് അറൈസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുക. SWOT അനാലിസിസ് ഹെൽപ്സ് ദ ബിസിനസ് യൂണിറ്റ് ടു നോ ഇറ്റ്സ് പോസിറ്റീവ് പോയിന്റ് ആസ് വെൽ ആസ് നെഗറ്റീവ് പോയിന്റ്സ്. പോസിറ്റീവ് പോയിന്റിൽ മാത്രം കോൺസെൻട്രേറ്റ് അല്ല അവർ ചെയ്യുന്നു, നെഗറ്റീവ് പോയിന്റിലും ചെയ്യുന്നു. കാരണം നമ്മൾ പോസിറ്റീവിൽ മാത്രം എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഫേം ഉണ്ടെങ്കിൽ അവർ നമ്മുടെ നെഗറ്റീവ്സിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ നെഗറ്റീവ്സ് അറിയില്ല, പോസിറ്റീവ്സ് മാത്രമേ അറിയൂ അല്ലെങ്കിൽ മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ മറ്റുള്ളൊരു കമ്പനി നമ്മുടെ നെഗറ്റീവിന് മുകളിൽ കയറി എന്താ പറയുക കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരത് എന്താ പറയുക നമ്മുടെ വീക്ക്നെസ് പോയിന്റ് കണ്ടുപിടിച്ച് അതിന് എതിരായിട്ടുള്ളൊരു സ്ട്രാറ്റജി മറ്റൊരു കമ്പനി ഇറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ചാൻസ് നമ്മൾ തന്നെ ആദ്യം മനസ്സിലാക്കണം, നമ്മുടെ വീക്ക്നെസ് എവിടെയാണ്. സോ അത് എങ്ങനെ മാറ്റണം എന്നുള്ളത് നമ്മൾ നോക്കണം. എനേബിൾസ് സ്ട്രെങ്ത് വിച്ച് എനേബിൾസ് ടു സ്ട്രെങ്തൻ ഇറ്റ്സ് പൊസിഷൻ. അപ്പം ഓപ്പർച്യൂണിറ്റി പോസിബിൾ വീക്ക്നെസ് ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ത്രെഡ്സ് ഒക്കെ വരുമ്പം നെഗറ്റീവ് പോയിന്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് എ ഫേവറബിൾ കണ്ടീഷൻ ഇൻ ദ ഓർഗനൈസേഷൻ എൻവയോൺമെൻറ്റ് വിച്ച് എനേബിൾസ് ഇറ്റ് സ്ട്രെങ്തൻ ഇറ്റ്സ് പൊസിഷൻ. അപ്പം ഈ എന്താ പറയുക ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആയിട്ടുള്ളൊരു ഫേവറബിൾ കണ്ടീഷനാണ് പറയുന്നത്. നമ്മൾക്ക് അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഓർഗനൈസേഷൻ എൻവയോൺമെൻറ്റ് വിച്ച് സ്ട്രെങ്തൻ ഇറ്റ്സ് പൊസിഷൻ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. പോസിബിൾ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഈ കാണുന്നവയാണ്. എന്നിട്ടൊക്കെയാണ് customer expect green operations and products. Marketing has moving rapidly to the internet. Consumers must see value in all they consume. Global മാർക്കറ്റ്സ് ഓഫർ ദ ഹയസ്റ്റ് ഗ്രോത്ത് ആൻഡ് റവന്യൂ. പക്ഷെ എന്താണ്? ഒന്ന് കൺസ്യൂമർ എക്സ്പെക്ട് ഗ്രീൻ ഓപ്പറേഷൻസ് ആൻഡ് പ്രൊഡക്ട്സ്. അത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സിനെയാണ് കൺസ്യൂമേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് ഹാസ് മൂവിങ് അപ്പ് റാപ്പിഡ്ലി ടു ദി ഇൻ്റർനെറ്റ്. അപ്പം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം എന്താ പറയുക ജസ്റ്റ് ഡോർ ടു ഡോറ് മാർക്കറ്റിംഗ് മാറി എന്താ പറയുക ഇൻ്റർനെറ്റ് വൈസ് റാപ്പിഡ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനെറ്റിലാണ് ഇപ്പോൾ മാർക്കറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൺസ്യൂമർ മസ്റ്റ് സീ ദ വാല്യൂ ഇൻ ഓൾ ദി കൺസ്യൂമർ. അവർ അപ്പം ഓരോ കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പം അതിൽ വാല്യൂ ഉണ്ട് എന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ പ്രൊഡക്ട്സ് ഇറക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റ്സ് ഓഫർ ദ ഹയസ്റ്റ് ഗ്രോത്ത് ആൻഡ് റവന്യൂസ്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് നല്ല ഹയസ്റ്റ് റവന്യൂസ് കിട്ടുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് നമ്മുടെ ത്രെഡ്സ് എന്ന് നോക്കാം.
Threats is an unfavorable condition in the organization environment that creates a rise for a cause of damage to the organization. എന്താണ് ചാൻസ് ഉള്ളത്? Creates damage to the organization. Possible threats includes, അപ്പോൾ എന്തൊക്കെയാണ് ത്രെഡ്സ് വരാൻ നോക്കാം. Layoffs are rampant among many firms as revenues and profits fall and credit source dry up. അപ്പോൾ layoffs are rampant among many firms as revenues and profits fall and credit source dry up. ലേ ഓഫ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവുന്ന ഫേംസിൻ്റെ റവന്യൂവും പ്രോഫിറ്റും ഒക്കെ എന്ത് ചെയ്യും, ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രമാറ്റിക് സ്ലോ ഡൗൺസ് ആൻഡ് കൺസ്യൂമർ സ്പെൻഡിങ് and are apparently in virtually all sectors except discount retails and restaurants. അപ്പം dramatic slowdowns in consumer spending. അപ്പോൾ കൺസ്യൂമേഴ്സ് സ്പെൻഡ് ചെയ്യൽ കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ത്രെട്ടാണ്. Borrowers are faced with much higher collateral requirement than ഇയേഴ്സ് പാസ്റ്റ്. അപ്പം ഇയേഴ്സ് പാസ് ചെയ്യുന്നതൊരു ഇയേഴ്സ് ഓരോന്ന് പാസ് ചെയ്യുന്നതോടുകൂടി അവർക്ക് കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് വെക്കണം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് പോരായ്ക വരാലുകളും അതിനേക്കാളും വാല്യൂ കൂടുതലായിട്ടുള്ള ബിഗർ കൊളാട്രൽ റിക്വയർമെൻറ്റ്സ് അവർ പറയാം. അത് നമ്മളെ സംബന്ധിച്ചിടത്തൊരു ത്രെട്ടാണ്. ഡിസ്ക്രിഷണറി സ്പെൻഡിങ് ഹാസ് ഫോളൻ ഡ്രമാറ്റിക്കലി കൺസ്യൂമേഴ്സ് ബൈ ഓൺലി എസെൻഷ്യൽ ഐറ്റംസ്. ഇപ്പം നമ്മുടെ കൺസ്യൂമേഴ്സൊക്കെ ഇത്തിരി കൂടി എന്താ പറയുക കണ്ണിങ് ആയിട്ട് അവർ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങൽ തുടങ്ങി. ആദ്യം എന്ന് പറഞ്ഞാൽ അൺഎസെൻഷ്യൽ ആയിട്ടുള്ളതൊക്കെ അവർ വാങ്ങിയായിരുന്നു. ഇപ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ളത് മാത്രം വാങ്ങി തുടങ്ങി. ദിസ് ഹാസ് ക്രിയേറ്റഡ് മെനി ലക്ഷറി ആൻഡ് റിക്രൂഷണൽ ബിസിനസ് സച്ച് ആസ് ബോട്ടിങ് ആൻഡ് സൈക്ലിംഗ്. അപ്പോൾ അതിങ്ങനത്തെ എന്താ പറയുക ഈ ലക്ഷറീസ് ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് തരുന്നതൊക്കെ കുറഞ്ഞു. എസെൻഷ്യൽ ആയിട്ടുള്ളത് മാത്രം സ്പെൻഡ് ചെയ്ത് തുടങ്ങി consumers. The double whammy of falling demand and intense price competition is plaguing most firms, especially those with high fixed cost. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് ഹൈ ആയിട്ടുള്ള എന്താ പറയുക ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിമാൻഡും പ്രൈസ് കോമ്പറ്റീഷനും എന്താ പറയുക കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇൻറ്റൻസ് പ്രൈസൊക്കെ ഡിമാൻഡ് കുറയുക, പ്രൈസ് കൂടുക, അങ്ങനെയൊക്കെ വരുമ്പം അവർക്ക് എന്താ പറയുക ഫിക്സ്ഡ് കോസ്റ്റ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോൾ അതൊരു ത്രെട്ടാണ്. മെനി കമ്പനീസ് ഇൻ മെനി ഇൻഡസ്ട്രീസ് ഫേസ് ദ സെവിയർ എക്സ്റ്റേണൽ ത്രെട്ട് ഓഫ് ഓൺലൈൻ സെയിൽസ് ക്യാപ്ചറിങ് ഇൻക്രീസിങ് മാർക്കറ്റ് ഷെയർ ഇൻ ദ ഇൻഡസ്ട്രി. അപ്പോൾ ഓൺലൈൻ സെയിൽസ് ക്യാപ്ചറിങ് വരെയാണ് ഇൻക്രീസിങ് മാർക്കറ്റ് ഷെയർ ഇൻ ദ ഇൻഡസ്ട്രി. അപ്പം എക്സ്റ്റേണൽ ത്രെട്ടായിട്ട് ഓൺലൈൻ സെയിൽ വരികയാണ്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് അവർക്ക് മാർക്കറ്റിംഗ് ഡോർ ടു ഡോർ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാത്ത കമ്പനീസിന്. അതർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് മേ include the passage of law introduction of a new product by a competitor, എന്താ പറയുക, പിന്നെ നാഷണൽ കാറ്റസ്ട്രോഫ്, ഡിക്ലൈനിങ് വാല്യൂ ഓഫ് ദി ഡോളറിൻ്റെ വാല്യൂ കുറയുക, ഇതൊക്കെയാണ്. ന്യൂ പ്രൊഡക്റ്റ് ഇറക്കുക, അങ്ങനെയൊക്കെയുള്ള ത്രെഡ്സ് തന്നെയാണ്. ബേസിക് ടെൻറ്റ് ഓഫ് സ്ട്രാറ്റജിക് management is that the firm needs to formulate strategies to take advantage of external opportunities and to avoid reduce the impact of external threats. For this reason, identifying, monitoring, evaluating external opportunities and threats are essential. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്താണ് ഐഡൻറ്റിഫൈയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. എന്ത് ഈ ബിസിനസ്സിനെയൊക്കെ എന്താ പറയുക എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ എൻവിറോൺമെൻറ്റിൽ നിന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, മോണിറ്റർ ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം ആൻഡ് എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. ദിസ് പ്രോസസ് കണ്ടക്ടിങ് റിസർച്ച് ആൻഡ് ഗ്യാതറിംഗ് ആൻഡ് അസംബ്ലേറ്റിംഗ് എക്സ്റ്റേണൽ ഇൻഫർമേഷൻ. അപ്പോൾ ഇതിനകത്ത് എന്ത് വരും, റിസർച്ച് വരും, ഗ്യാതറിംഗ് ആൻഡ് അസംബ്ലേറ്റിംഗ് എക്സ്റ്റേണൽ ഇൻഫർമേഷനൊക്കെ വരും. ഇതിനൊക്കെയാണ് എൻവിറോൺമെൻറ്റൽ സ്കാനിങ് ഓർ ഇൻഡസ്ട്രിയൽ അനാലിസിസ് എന്നൊക്കെ പറയുന്നത്. ലോബിങ് ഇസ് വൺ ഓഫ് ദ ആക്ടിവിറ്റീസ് സം ഓർഗനൈസേഷൻ യൂട്ടിലൈസ് ടു ഇൻഫ്ലുവൻസ് എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. അപ്പോൾ ലോബിയിങ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്. ദറ്റ് സം ഓർഗനൈസേഷൻ യൂട്ടിലൈസ്, അതായത് ചില ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നതിന് ഇൻഫ്ലുവൻസ് എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. അപ്പം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോബിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റിനെ അവർ പ്രിഫർ ചെയ്യാറുണ്ട്. ഇൻറ്റേർണൽ സ്ട്രെങ്ത് ആൻഡ് ഇൻറ്റേർണൽ വീക്ക്നെസ് ആർ ആൻഡ് ഓർഗനൈസേഷൻ കൺട്രോളബിൾ ആക്ടിവിറ്റീസ്. അപ്പം ഈ ഇൻറ്റേർണൽ സ്ട്രെങ്ത്തും വീക്ക്നെസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ട്രെങ്ത്തും ഇൻറ്റേർണൽ വീക്ക്നെസ് എന്ന് പറയുന്നത് കൺട്രോളബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. പെർഫോംഡ് എസ്പെഷ്യലി well or poorly. They arise in the management, marketing, finance, operation, research and development, management, information system activities of a business. Identifying and evaluating organization strength and weakness and in the function area of a business is essential strategy management activity. Organizations strive to pursue strategies that capitalize on internal strength and eliminate internal weakness. അപ്പോൾ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റലൈസ് ചെയ്യുന്നു on internal strength and eliminate the internal weakness. Strength and weakness are determined related to competitors. അപ്പോൾ ഇതാണ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കാണിച്ചുകൊണ്ടുള്ള ഫ്ലോ ചാർട്ട് പോലെ ഇവർ കാണിച്ചിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അഡീഷണൽ പോയിൻറ്റ്സ് കിട്ടും. നമുക്കതൊന്ന് സൂം ചെയ്ത് നോക്കാം എന്താണ് അതിനകത്ത് പറയുന്നത് എന്നുള്ളത്. ഇതിനകത്ത് കാണിക്കുന്നത് ഇങ്ങനെയാണ്. സ്ട്രെങ്ത്തിൽ എന്തൊക്കെ വരണം, മാൻ പവർ, പാറ്റൻസ്, ലോയൽ കസ്റ്റമേഴ്സ്. അപ്പോൾ വീക്ക്നെസ്സിൽ എന്തൊക്കെ വരണേ, ലൊക്കേഷൻ, അൺസ്കിൽഡ് ലേബർ, കോസ്റ്റ്, ഡിസഡ്വാൻറ്റേജ്. ഇനി ത്രെറ്റ്സിൽ വരുന്നതാണ് സപ്ലൈ കോസ്റ്റ്, ഗവൺമെൻറ് റെഗുലേഷൻ, ന്യൂ ടെക്നോളജി. ഓപ്പർച്യൂണിറ്റീസിൽ വരുന്നത് എന്തൊക്കെയാണ്,
അപ്പം ഗ്ലോബൽ ഓപ്പണിങ്സ്, ഗവൺമെൻറ് പോളിസീസ്, ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ദാറ്റ് മീൻസ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്, SWOT എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യനുള്ള ഫുൾ മാർക്ക് കിട്ടും. സോ ഞാൻ ഈ വീഡിയോ ഇതോടുകൂടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.